Assalamualaikum, welcome to Rosmin's Kitchen. Hi friends, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ള തലശ്ശേരിക്കാരുടെ സ്വന്തം ഇതളപ്പം, ലേറപ്പം എന്ന് പറയും, ഇതളപ്പം എന്ന് പറയും, പിന്നെ അടുക്ക് റൊട്ടി എന്ന് പറയും. അപ്പം പലതരം പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വളരെ ടേസ്റ്റുള്ള അപ്പമാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമുക്കൊരു കൈയോടൊക്കെ വെറുതെ ഒന്നും കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ചിക്കൻ കറി, ബീഫ് കറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് അപ്പമാണ്. അപ്പം അതിൽ മുട്ടയും തേങ്ങയും നമ്മളെ ബസ്മതി റൈസൊക്കെ ഇട്ട് ചേർത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ അപ്പം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് വൈറ്റ് റൈസ് ആയാലും കുഴപ്പമില്ല, ജീരകശാല ആയാലും കുഴപ്പമില്ല, പിന്നെ ബസ്മതി റൈസ് ആയാലും കുഴപ്പമില്ല. അപ്പം ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചൊരു കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തി, പൂരി, പൊറോട്ടൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഈ അപ്പം വളരെ ടേസ്റ്റാണ്, വളരെ സോഫ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഉണ്ടാക്കണം, എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ, ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞങ്ങൾ എന്താക്കാം, ബസ്മതി റൈസ് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, മിക്സിൻ്റെ ജാറിൽ ഞാൻ പകുതി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് നമ്മളെ ചോറുണ്ടല്ലോ, അപ്പം ഞാൻ കുറുവ ചോറെടുത്ത്, നമുക്ക് ഏത് ചോറാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ബോയിൽ റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള അത് എടുത്തിട്ട് അതിലേക്ക് പകുതി ഇട്ട് കൊടുക്കാൻ, ഒരു 1/2 കപ്പ് ഇടാൻ. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങയും കോക്കനട്ടും കൂടി ഇട്ട് കൊടുക്കാൻ. അത് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കൂട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് ഇടാം. അതിൻ്റെ കൂടെ 2 മുട്ട ഉടച്ചിട്ടുണ്ടായിരുന്നു, 2 മുട്ടനെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ച് നല്ലോണം ഇതുപോലെ തന്നെ സ്മൂത്താക്കി നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കാൻ. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ അരച്ചെടുക്കാൻ, മുട്ടയും കൂടി ചേർത്തിട്ട് അരച്ച്. അപ്പോൾ 3 മുട്ട ഉണ്ട് ഇതിൽ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, ആവശ്യത്തിന് കുറച്ച് നല്ല ലൂസായിരിക്കണം, നല്ല മാവ് നല്ല ലൂസാണ്. ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിത് ബോയിൽ ചെയ്യണം, ആവി ചെയ്യുന്നതാണല്ലോ. അപ്പം ഞാനൊരു അപ്പച്ചമ്പല്ല വേറൊരു പാത്രം എടുത്ത് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൻ്റെ മേലെ നമ്മൾ ഇതിൻ്റെ പാത്രം വെച്ചായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ പാത്രം ഏതാണെന്നുള്ള, തട്ട് വെച്ചായിരുന്നു. അതിൻ്റെ മേലിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മേലെ നന്നായിട്ട് ഗീയും ഓയിലും കൂടി നന്നായിട്ടൊന്ന്, സൺഫ്ലവർ ഓയിലും കൂടി നന്നായിട്ടൊന്ന് ചെയ്തിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ ആക്കി വെച്ച മാവുണ്ടല്ലോ അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഒരു 2.5 സ്പൂണ് യൂസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അടച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വെക്കും. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിൻ്റെ മേലെ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺഫ്ലവർ ഓയിലും ഗീയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ്ചർ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഗീയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കും. പിന്നെ അതിൻ്റെ മേലിൽ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഒഴിച്ചിട്ട് പിന്നെ അടച്ച് സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ വെക്കാൻ. അപ്പം സെക്കൻഡ് ലെയറും ആയിട്ടുണ്ട്. അതിൻ്റെ മേലിൽ പിന്നെയും ഞങ്ങൾ എന്ത് ചെയ്യാൻ, ഇത് എന്താ പറയുക, നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട്, അപ്പം ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നന്നായിട്ടൊന്ന് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 3ാമത്തത് ഒഴിച്ച് അത് പിന്നെ അടച്ച് ഇതേപോലെ എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചുറ്റും ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 9 ലെയറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഗീയും ഓയിലും സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുമ്പം അത് കട്ടിയായി പോകില്ല. ഓക്കെ, അത് തണുക്കുമ്പോൾ കട്ടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 കൂടി മിക്സ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ എന്തൊക്കെയാണ്, നമ്മളെ മാവ് ഒന്നും കൂടി ഒഴിച്ച് അടച്ച് ഇതുപോലെ ചെയ്യാൻ, അടച്ച് ഇതുപോലെ വെക്കാൻ. നല്ല ആവിയൊക്കെ വന്നോളൂ. ഓക്കെ, അതിനുള്ള പിന്നെയും ഇതേപോലെ ലെയർ ഒഴിച്ചെടുക്കാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഫുള്ള് നെയ്യ് നന്നായിട്ടൊന്ന് ചുറ്റും ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആയിക്കഴിഞ്ഞിട്ട് അതൊന്ന് ലെയർ എടുക്കാൻ നോക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് എണ്ണ തടവിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് വരും. ഓക്കെ, ഇപ്പം ഞാൻ ഇതുപോലെ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എല്ലാ ലെയറും ഇങ്ങനെ, നമുക്ക് ഏത് പാത്രത്തിൻ്റെ ആ സൈസിനനുസരിച്ച് നമുക്ക് ഈ മാവ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കാൻ. ബാക്കി മാവുള്ളത് നമുക്ക് വേണമെങ്കിൽ അതേപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്കും ചെയ്യാം. ഞാൻ 2 പ്രാവശ്യം ചെയ്തായിരുന്നു, പക്ഷേ ഇപ്പോൾ 1 കാണിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ, ചുറ്റും സൈഡിലാക്കിയതിന് ശേഷം പിന്നെ ഈ മാവ് കോരി വയ്ക്കാൻ. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 9 ലെയറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതുപോലെ നല്ല ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് നന്നായിട്ട് അരഞ്ഞു വരണം. നമ്മൾ കൈ കൊണ്ടൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല സ്മൂത്തായിരിക്കണം, അങ്ങനെ അരച്ചെടുക്കണം. ഓക്കെ, ഇതുപോലെ ആക്കിയെടുക്കാൻ. അപ്പം വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, ഇപ്പോൾ അടിയിലെ വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുക കേട്ടോ, നോക്കിയിട്ട് ചെയ്യണം നിങ്ങളതൊക്കെ.
വെള്ളത്തിൻ്റെ അളവ് ആവിയിൽ വേവിക്കുന്നത്. അപ്പം വെള്ളത്തിൻ്റെ അളവ് കുറച്ച് വെള്ളം അടിയിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, വെള്ളം കുറയുന്നതിനനുസരിച്ചിട്ട് അതിനുള്ള വെള്ളം ഒഴിക്കാൻ. പിന്നെ ലാസ്റ്റ് ഞാൻ എന്തെന്ന് വെച്ചാൽ കരിഞ്ജീരകം എടുത്തത്. കരിഞ്ജീരകം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അത് ഇതിൻ്റെ മേലിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കാണുമ്പോൾ ഒരു നല്ല ഭംഗിയായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റിൻ്റെ കൂടെ നമുക്കൊരു ബ്ലാക്കും കൂടി കാണുമ്പോൾ ഒരു എന്താ പറയുക നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ കരിഞ്ജീരകം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കറുത്ത എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ അടച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ലാസ്റ്റത്തെ ലെയർ തന്നെ ഒഴിച്ചു. അപ്പോൾ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഉള്ളൊക്കെ നന്നായിട്ട് വേവാനുള്ളതൊക്കെ വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഓക്കെ, തണുത്തതിന് ശേഷം ഞങ്ങളിത് കട്ട് ചെയ്യാൻ. നല്ലോണം തണുത്ത് നല്ല ഇതായിന്ന് കാണുമ്പോൾ മാത്രം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ലെയറായിട്ട് എടുക്കാൻ കഴിയില്ല. ഇപ്പം നോക്കിയാട്ടെ, നമ്മളത് ലെയറായിട്ട് നമ്മൾ കൈ കൊണ്ട് ഓരോരോ ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓരോ ലെയറായിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ നോക്കിയാട്ടെ, നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്. നമ്മൾ പറയുമ്പം പോലെയല്ല, പറയുന്നത് പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിന്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കി. ഞാൻ ചെയ്യുന്നുണ്ട് ഓരോ ലെയർ എനിക്ക് ഇതുപോലെ ലെയറായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.